2020 ലോകകപ്പിൽ 4 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 12 മത്സരങ്ങൾ പൂർത്തിയായി. ഇതോടെ ലോകകപ്പിൽ പോയിന്റ് ടേബിൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാൻ 1-ാം സ്ഥാനത്ത് എത്തി. തുടർച്ചയായ 2-ാം മത്സരം വിജയിച്ച് പാകിസ്ഥാൻ 4 പോയിന്റോടെ 1-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ 2 പോയിന്റുള്ള ഇന്ത്യ 2-ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. 2 പോയിന്റുമായി നെതർലൻഡ്സും ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്തുണ്ട്. ഗ്രൂപ്പ് ബിയിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 2 പോയിന്റുമായി സിംബാബ്വേയും ശ്രീലങ്കയുമാണ് 1-2 സ്ഥാനത്ത് തുടരുന്നത്. ഗ്രൂപ്പിലെ വമ്പൻ ടീമായ ഓസ്ട്രേലിയ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നതുകൊണ്ട് ടേബിളിൽ മാറ്റം സംഭവിച്ചേക്കാം. ഗ്രൂപ്പ് സിയിൽ 2 പോയിന്റുമായി വെസ്റ്റ് ഇൻഡീസും ന്യൂസിലാൻഡും ഇംഗ്ലണ്ട് ടീമുകളാണ് 1, 2, 3 സ്ഥാനത്തുള്ളത്. ഇന്ന് നടക്കുന്ന വമ്പൻ പോരാട്ടമായ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിച്ചാൽ ടേബിളിൽ മാറ്റം സംഭവിക്കും. ഗ്രൂപ്പ് ഡി സൗത്ത് ആഫ്രിക്കയെ മറികടന്ന് ന്യൂസിലാൻഡ് പോയിന്റ് ടേബിളിൽ മുന്നിലെത്തി. 4 പോയിന്റുമായി കിവീസ് 1-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ 2 പോയിന്റുമായി സൗത്ത് ആഫ്രിക്ക 2-ാം സ്ഥാനത്താണ്. 2020 ലോകകപ്പിൽ 12 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ റൺവേട്ടയിൽ പുതിയ താരങ്ങൾ മുന്നിലെത്തി. സ്കോട്ട്ലൻഡിൻ്റെ താരമായ ജോർജ് മുൻസിയെ മറികടന്ന് ന്യൂസിലാൻഡ് താരമായ ടിൻ സിബട്ട് 154 റൺസുമായി റൺവേട്ടയിൽ ഒന്നാമനായി. 120 റൺസുമായി പാകിസ്ഥാൻ താരം സഹിബാദ ഫർഗാസാണ് 2-ാം സ്ഥാനത്ത്. 1-ാം സ്ഥാനം നഷ്ടപ്പെട്ട സ്കോട്ടിഷ് താരം ജോർജ് മുൻസി 3-ാം സ്ഥാനത്തേക്ക് വീണു. വിക്കറ്റ് വേട്ടയിലും വമ്പൻ മാറ്റം വന്നു. വെസ്റ്റ് ഇൻഡീസ് താരമായ റൊമാനിയോ ഷെപ്പേർഡിനെ മറികടന്ന് USA താരമായ ഷാൽഡി വാൻ ഷക്കിവാക്ക് 8 വിക്കറ്റുമായി വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനായി.